സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദൻ്റെയും ഇസബെല്ലയുടെയും അതുപോലെ ഋഷിയുടെയൊക്കെ കള്ളത്തരങ്ങളെല്ലാം പ്രഭാവതിയും ശാരിക എല്ലാവരും കയ്യോടുകൂടി പിടിക്കുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ഈ അരുന്ധതിനെയും കൊണ്ട് അരുന്ധതിയുടെ വീട്ടിൽ ചെന്നിട്ട് അരുന്ധതിക്ക് കോഫിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട്. ഋഷി മേളിലുണ്ടെന്നുള്ള വിവരം അരുന്ധതിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രഭാവതിയോട് അരുന്ധതി പൊയ്ക്കോ എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രഭാവതി ആണെങ്കിൽ പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല. എന്തായാലും അരുന്ധതിക്ക് വയ്യല്ലോ, ഞാനിപ്പോൾ നിൽക്കാം, അരുന്ധതിയുടെ മോനും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പം ഈ അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഋഷിയെ കണ്ടാൽ പ്രശ്നമാവുമല്ലോ. അന്നേരം ഈ പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും മോനെ കാണാതായതിൽ എനിക്കും വിഷമം ഉണ്ടായിരുന്നത്, ഒരമ്മയ്ക്കും ഇതുപോലൊരവസ്ഥ വരുത്തരുത്. എന്തായാലും അരുന്ധതിയുടെ ആകെയുള്ള ഒരേ ഒരു മകനല്ലേ ഋഷി, അവന് ഇത്രയും ദിവസമായിട്ടും കാണാതായതിൽ അരുന്ധതിക്ക് നല്ല വിഷമം ഉണ്ടെന്നറിയാം. എന്തായാലും ഋഷി തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരികയാണെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട്, നന്ദേട്ടനെ കാണാനില്ല എന്നല്ലേ ചേച്ചി പറഞ്ഞത്, ഞാനായിട്ട് നന്ദേട്ടനെ കണ്ടുപിടിച്ച് തരാമെന്ന്. അതെങ്ങനെയാണ് ശാരി എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട് ചേച്ചി, നോക്കിക്കോ, ഞാനിപ്പോൾ തന്നെ നന്ദേട്ടനെ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശാരിക അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കെവിനെ വിളിച്ചിട്ടാണോ എങ്ങനെയാണോ ഈ നന്ദൻ ഇസബെല്ലയുടെ കൂടെ ഉണ്ടെന്നുള്ള സത്യം ഈ ശാരിക മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ശാരിക പോയി കഴിഞ്ഞതും ഈ ദേവിക അമ്മയോട് പറയുന്നുണ്ട്, ശാരി എങ്ങനെ നന്ദുവിനെ കണ്ടുപിടിക്കാമെന്ന് അമ്മയെ പറയണേന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല മോളെ, എല്ലാം അവളല്ലേ പറയണേ, അവളെന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും, എന്തായാലും അവൾ വരട്ടെ, നമുക്ക് ചോദിക്കാമെന്ന്. അങ്ങനെ ശാരിക തിരിച്ചു വന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട്, ചേച്ചി ഇനി നന്ദേട്ടനെ അന്വേഷിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട, നന്ദേട്ടൻ ഇപ്പോൾ ഇസബെല്ലയുടെ കൂടെ ഉണ്ടെന്ന്. അത് കേട്ടതും ദേവിക ചോദിക്കുന്നുണ്ട്, നിന്നോട് ഇത് ആരാ ശാരി പറഞ്ഞ്, നീ എന്താ വെറുതെ മനുഷ്യനെ കളിയാക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കളിയാക്കണമെന്നൊന്നുമല്ല, ഞാൻ സത്യം പറഞ്ഞതാ. ഇപ്പം വേണമെങ്കിൽ ചേച്ചി ഇസബെല്ലയെ വിളിച്ച് നോക്കിക്കോ, നന്ദേട്ടൻ ഇസബെല്ലയുടെ കൂടെയുണ്ട്. അത് കേട്ടതും ദേവിക ചോദിക്കുന്നുണ്ട്, ഇസബെല്ലയുടെ കൂടെയോ, നന്ദു എന്തിനാ ഇസബെല്ലയുടെ കൂടെ പോയേക്കണേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, എന്തായാലും നന്ദേട്ടൻ ഇപ്പോൾ ഇസബെല്ലയുടെ ഒപ്പം ഉണ്ട്, ചേച്ചിക്ക് സംശയം ഉണ്ടെങ്കിൽ ചേച്ചി ഇസബെല്ലയെ ഒന്ന് വിളിച്ച് നോക്ക്, വെറുതെ വിളിച്ചിട്ട് നന്ദേട്ടൻ ഉണ്ടോയെന്നൊന്നും ചോദിക്കരുത്, നന്ദേട്ടന് ഫോൺ കൊടുക്കാൻ തന്നെ പറയണം, അപ്പോൾ ഇസബെല്ലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാതെ ചേച്ചി നന്ദു കൂടെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ ഇസബെല്ല ഇല്ലെന്നേ പറയുള്ളൂ. എന്നാൽ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ആകെ ഒരു പെട്ട അവസ്ഥയിലാണ്. കാരണം ഋഷി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ പ്രഭാവതി എങ്ങാനും ഋഷിയെ കണ്ട ഋഷിയുടെ എല്ലാ പ്ലാനും പൊളിയുമെന്ന് അറിയാം. പക്ഷേ അരുന്ധതിക്കാണെങ്കിൽ ഈ ഋഷി മരിച്ചു എന്നും പറഞ്ഞ് പ്രഭാവതിയെ ഇനിയും കളിപ്പിക്കുന്നവനോട് താല്പര്യമൊന്നുമല്ല. പക്ഷേ ഈ ഋഷിയുടെ നിർബന്ധം കൊണ്ടാണ് അരുന്ധതി അത് മറച്ചു വയ്ക്കുന്നത്. പിന്നീട് അരുന്ധതിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പ്രഭാവതി വേണമെങ്കിൽ പോയിക്കോ എന്ന് പറയുമ്പം ഇല്ല അരുന്ധതി, കുറച്ച് സമയം കൂടി ഞാനിവിടെ ഇരിക്കാം, എനിക്കത്ര തിരക്കൊന്നുമില്ല, എന്തായാലും അരുന്ധതി നോർമലായിട്ടേ ഞാൻ പോകണുള്ളൂ എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മളുടെ ഋഷിയാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റിട്ട് താഴേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് സംസാരം കേൾക്കുന്നുണ്ട്. സംസാരം കേൾക്കുമ്പോൾ തന്നെ ഋഷി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഇത് പ്രഭാവതിയുടെ ശബ്ദമാണല്ലോ, ഇനിയിപ്പോൾ പ്രഭാവതി ഇവിടെയെങ്ങാനും ഉണ്ടാവുമോ, എന്തിനായിരിക്കും അവരിങ്ങോട്ട് വന്നേക്കണേ, ഇനി ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് കണ്ടുപിടിക്കാൻ വന്നേക്കണേ ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട്. താഴെ വന്നതും അരുന്ധതി ആണെങ്കിൽ ഋഷിയെ കാണുന്നുണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ. അങ്ങനെ അരുന്ധതി നോക്കിയിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് വരണ്ടാന്ന്. വേഗം തന്നെ ഋഷി പകയോടുകൂടി ഇങ്ങനെ പ്രഭാവതി നിൽക്കുന്നിടത്തേക്ക് നോക്കിയിട്ട് താഴെ വന്ന് ആ ഒരു ഭിത്തിയുടെ മറയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ അരുന്ധതിക്കാണെങ്കിൽ ഋഷീനെ കണ്ടതോടുകൂടി ആകെ ടെൻഷനായിട്ടുണ്ട്. പ്രഭാവതി എങ്ങാനും കണ്ടെങ്കിലോ എന്ന് ഓർത്ത് പേടിച്ച് അരുന്ധതി അങ്ങോട്ട് നോക്കണ സമയത്താണ് പ്രഭാവതിയാണെങ്കിൽ അരുന്ധതിയെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അരുന്ധതി എന്തോ പേടിച്ചതുപോലെ അങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ, ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടോ, അതോ ആരെങ്കിലും വന്ന് ഇന്ന് അരുന്ധതിയെ ഭയപ്പെടുത്തണതാണോ. അരുന്ധതിയുടെ മുഖത്താണെങ്കിൽ നല്ല ഭയം കാണുന്നുണ്ട്. ഇനി ഇവിടെ അരുന്ധതിയെ കൂടാതെ വേറെ ആരെങ്കിലും കാണുമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നോക്കിയിട്ട് അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ. അരുന്ധതി കുറച്ച് സമയമായല്ലോ അങ്ങോട്ട് ഭയത്തോടു കൂടി നോക്കണു, എന്തെങ്കിലും പ്രശ്നം അരുന്ധതി, എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ, ഞാൻ സഹായിക്കാമെന്ന് പറയുമ്പം ഇല്ല പ്രഭാവതി, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഈ സമയത്താണെങ്കിൽ ഋഷിക്കാണെങ്കിൽ ആകെ ദേഷ്യം കയറി നിൽക്കുകയാണ്. അവളൊരു പ്രശ്നം അന്വേഷിക്കാൻ വന്നേക്കണേ, എൻ്റെ ജീവിതം തുലച്ച അവളാണ് ഇപ്പം ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്നേക്കണേ, നിൻ്റെ അഭിനയമൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ലടി, ഞാൻ മരിച്ചു എന്നും പറഞ്ഞ് സന്തോഷമായിട്ട് നടക്കാമല്ലേടി നീ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ അരുന്ധതിയാണ് ഈ പ്രഭാവതിയെ വീണ്ടും പറയുന്നുണ്ട്, പ്രഭാവതി പൊയ്ക്കോ, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല പ്രഭാവതി എന്ന് പറയുമ്പം പ്രഭാവതി പോകാനായിട്ട് കൂട്ടാക്കണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ
ദേവികയെ വിളിക്കുന്നുണ്ട്. ദേവികയെ വിളിച്ചതും ദേവിക ഫോൺ എടുത്തിട്ട് എന്താ അച്ഛാന്ന് ചോദിക്കുമ്പം നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ മോളെന്ന് ചോദിക്കുന്നു. അന്നേരം ഈ ദേവിക പറയുന്നുണ്ട്, ഉവാച്ച ഒരു വിവരം കിട്ടിയിട്ടുണ്ട്, നന്ദു ഇസബല്ലയുടെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു എന്ന് പറയുന്നു. അന്നേരം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ഇസബല്ലയുടെ കൂടെയോ? അവനെന്തിനാ ഇസബല്ലയുടെ കൂടെ നടക്കണേന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്ക് അറിയില്ല അച്ഛാ, കുറേ ദിവസങ്ങളായി ഞാൻ അച്ഛനോട് പറയുന്നില്ലേ, നന്ദുവിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. നന്ദുവും അമ്മയും നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് അച്ഛാ. എന്തായാലും നന്ദുവിനെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ സത്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ മോളെന്നും പറഞ്ഞ് സിദ്ധാർത്ഥൻ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ശാരിക പറയുന്നുണ്ട്, ചേച്ചി ആദ്യം തന്നെ ഇസബല്ലയെ ഒന്ന് വിളിച്ചു നോക്കുന്നു. അങ്ങനെ ദേവിക ഫോണെടുത്ത് ഇസബല്ലയെ വിളിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ നന്ദനും ഇസബല്ലയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം ചെന്നതും ഇസബല്ല നന്ദനോട് ചോദിക്കുന്നുണ്ട്, നന്ദ നിനക്ക് വിശക്കണില്ലേ, എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് ചോദിക്കുമ്പം തൽക്കാലം നമ്മൾ ഹോട്ടലിലൊന്നും കയറണ്ട, പോലീസ് കേസൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ ഹോട്ടലിലൊക്കെ കയറുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അത് പ്രശ്നമാവും, അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം മേടിച്ച് കഴിക്കാമെന്ന്. അങ്ങനെ ഇസബല്ല വണ്ടി നിർത്തിയതും നന്ദനും ഇസബല്ലയും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇസബല്ല അന്നേരം നന്ദനോട് പറയുന്നുണ്ട്, നന്ദ നീ എന്തായാലും എൻ്റെ കൂടെ വരണ്ട, നീ ഇവിടെ തന്നെ നിന്നാൽ മതി, ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് കടയിൽ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പറഞ്ഞ സമയത്ത് ഇസബല്ലയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കിയതും സ്ക്രീനിൽ ദേവിക എന്ന് കണ്ടപ്പം ഇസബല്ലയ്ക്കാണെങ്കിൽ ആകെ ഒരു വെപ്രാളാവുന്നുണ്ട്. ഈ ദേവിക എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിക്കണേ, ഇനി നന്ദൻ എൻ്റെ കൂടെ ഉണ്ടെന്നെങ്കിൽ മനസ്സിലാക്കിയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇതേ സമയം ഫോൺ കട്ടായതും ദേവിക ശാരികയോട് പറയുന്നുണ്ട്, ഇസബല്ല ഫോൺ എടുത്തില്ല, ഇനി എന്ത് ചെയ്യും ശാരി എന്ന് ചോദിക്കുമ്പം അതിന് ചേച്ചി ഒരു പണി ചെയ്യുക, ചേച്ചിയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടല്ലേ എടുക്കാത്ത, ചേച്ചി എൻ്റെ ഫോണിൽ നിന്നൊന്ന് വിളിച്ച് നോക്കുക, അപ്പോൾ ഇസബല്ലയ്ക്ക് ആരാന്ന് മനസ്സിലാവില്ലല്ലോ, അപ്പോൾ ഇസബല്ല ഫോൺ എടുക്കുന്നു. അങ്ങനെ ശാരികയുടെ ഫോണിൽ നിന്നും ദേവിക ഇസബല്ലയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. വീണ്ടും ഫോൺ ബെല്ലടിക്കണുണ്ടതും ഇനിയും ഈ ദേവി എന്തിനാണ് വിളിക്കണേ, ഇവൾക്ക് എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് വേറൊരു കോളാണ് കാണുന്നത്. അന്നേരം ഇത് ആരായിരിക്കും, ഇനി എന്തെങ്കിലും അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിക്കണേ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഇസബല്ലയാണെങ്കിൽ കോളെടുത്ത് ഹലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇസബല്ല നടന്ന് നന്ദൻ്റെ അടുത്ത് എത്തിയിട്ടുമുണ്ട്. ഫോൺ എടുത്തതും ദേവിക ഇസബല്ല അല്ലേ എന്ന് ചോദിക്കുമ്പം അതേ ഞാൻ ഇസബല്ലയാന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ ദേവിക പറയുന്നുണ്ട്, ഇസബല്ല നന്ദൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേന്ന്. അത് കേട്ടതും ഇസബല്ലയ്ക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയണില്ല. അപ്പോൾ നിങ്ങളാരാ, എന്തിനാ നന്ദന് ഫോൺ കൊടുക്കണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദേവിക, നന്ദന് ഫോൺ കൊടുക്കാനാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ കൂടുതൽ വിശദീകരിക്കാനൊന്നും എനിക്ക് പറ്റില്ല, നന്ദൻ ഇസബല്ലയുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം, ഫോൺ പെട്ടെന്ന് നന്ദന് കൊടുക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, ദേവിക എന്തൊക്കെയാണ് ഈ പറയണേ, നന്ദൻ എൻ്റെ അടുത്തില്ല എന്ന് പറയുമ്പം ദേവികയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ദേവിക അതേ ദേഷ്യത്തോടുകൂടി തന്നെ ഇസബല്ലയോട് പറയുന്നുണ്ട്, ഇസബല്ല അധികം കളിക്കാണ്ട് നന്ദന് ഫോൺ കൊടുക്കുന്നത്. അത് കേട്ടതും ഇസബല്ല ഇങ്ങനെ സംശയത്തോടുകൂടി നിന്നിട്ട് നന്ദനോട് പറയുന്നുണ്ട്, ദേവികയെ വിളിക്കണേ, എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഫോൺ താട്ടെ ഞാൻ സംസാരിക്കാമെന്നും പറഞ്ഞ് നന്ദൻ ഫോൺ വാങ്ങുന്നുണ്ട്. നന്ദൻ ഫോൺ വാങ്ങിക്കഴിഞ്ഞതും ദേവിക, നന്ദു ഇതെവിടെയാണ്, എത്രയും പെട്ടെന്ന് നന്ദു വീട്ടിലേക്ക് വരണമെന്ന് പറയണം. ആ സമയം നന്ദൻ പറയുന്നുണ്ട്, എന്തിനാ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലേക്ക് വിടാനല്ലേ നീ എന്നെ അന്വേഷിക്കണമെന്ന് ചോദിക്കുമ്പം അതിനൊന്നുമല്ല, എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഫയൽ തിരിച്ചു കിട്ടണം, ഇല്ലെങ്കിൽ നന്ദു പറഞ്ഞതുപോലെ തന്നെ നന്ദു ജയിലിൽ കിടക്കേണ്ട വരുമെന്ന്. അത് കേട്ടതും നന്ദൻ പറയുന്നുണ്ട്, ദേവി നീ എന്തൊക്കെയായി പറയണേ, ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ ഫയലിനെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്, ഞാൻ എൻ്റെ ഓഫീസിലെ ഒരു ഫയലിനെ കുറിച്ചാണ് പറഞ്ഞത്, എന്നിട്ട് നീ അത് നിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഫയലാന്ന് പറഞ്ഞ് എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യണേന്ന് ചോദിക്കുമ്പം എനിക്ക് സത്യമൊക്കെ അറിയാം നന്ദു, അമ്മയും നന്ദുവും കൂടി ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്, ആ രഹസ്യമൊക്കെ ഞാനിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയെന്ന്. അത് കേട്ടത് നന്ദനാണിങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട്. അതേസമയം ഈ നന്ദൻ്റെ പരിഭ്രമം കണ്ടിട്ട് ഇസബല്ല നന്ദൻ്റെ ഇന്ന് ഫോൺ വാങ്ങുന്നുണ്ട്. ഫോൺ വാങ്ങിയിട്ട് ദേവികയോട്, എന്താ ദേവിക നിൻ്റെ പ്രശ്നം, നീ എന്തിനാ നന്ദനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തണേന്ന് ചോദിക്കുമ്പോൾ നീ ആരാടി ഇത് ചോദിക്കാൻ, ഞാൻ തൽക്കാലം നന്ദുവിനെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല, പക്ഷേ ഇനി ഭീഷണിപ്പെടുത്താൻ പോകണുള്ളൂ, ഞാൻ എൻ്റെ ഭർത്താവിനോട് എന്ത് പറഞ്ഞാലും നിനക്കെന്താ പ്രശ്നം, നീ എന്തിനാ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നേന്ന് ചോദിക്കുമ്പം നന്ദു എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് തന്നെ നന്ദൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുമെന്ന് പറയണേ. ഇസബല്ലയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ദേവിക പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നന്ദുവിനെ തിരിച്ച് വീട്ടിലെത്തിച്ചോളണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞില്ല എന്ന് വേണ്ടാന്നും പറഞ്ഞ് ദേവിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്. പ്രഭാവതി അരുന്ധതിക്ക് ഇങ്ങനെ കോഫിയൊക്കെ കൊടുത്ത് സംസാരിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും അരുന്ധതി അങ്ങോട്ട് നോക്കണം കാണുമ്പം പ്രഭാവതിക്ക് സംശയം തോന്നിയിട്ട് ഇവിടെ ആരോ മറിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലിൽ പ്രഭാവതി വേഗം തന്നെ എഴുന്നേറ്റ് വന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ ഋഷിയാണെങ്കിൽ പ്രഭാവതി കാണാതിരിക്കാൻ വേണ്ടി അവിടെ ഭിത്തിയുടെ മറവിൽ നിൽക്കുകയാണ്. ഋഷിയെ കണ്ടതും ആദ്യം പ്രഭാവതി വിചാരിക്കുന്നത് ഋഷിയുടെ പ്രേതമാണെന്നാണ്. പിന്നീട് പ്രഭാവതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പ്രേതമൊന്നുമല്ല, ഋഷി മരിച്ചിട്ടില്ല, എല്ലാവരും ചേർന്ന്
വന്നപ്പോൾ തങ്ങളെ പറ്റിക്കുമായിരുന്നോ? അപ്പോൾ കെവിനല്ലേ പറഞ്ഞത് ഋഷിനെ കുഴിച്ചിട്ടു എന്ന്. പിന്നെ എന്താ ഋഷി ഇവിടെ ജീവനോടെ നിൽക്കണേ? എന്തായാലും ഇത് പ്രേതമൊന്നും അല്ല എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ മുന്നോട്ട് എന്നിട്ട് ഋഷി എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ സമയം ഋഷിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി പ്രഭാവതിയുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അന്നേരം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്താ ഋഷി ഇതൊക്കെ? നീ അപ്പം ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ അരുന്ധതി നിന്നെ കാണാനില്ല എന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ട് നടന്നതെന്ന് ചോദിക്കുമ്പം അതെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളെയും നിങ്ങളുടെ മോനെയും മരുമോളെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും അമ്മയും കെവിനും എല്ലാവരും കൂടി ചേർന്ന് ഇതുപോലെ ഒരു നാടകം കളിച്ചിരുന്നു. അത് കേട്ടതും പ്രഭാവതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇസബെല്ലയും കെവിനും ഞങ്ങളെ ചതിക്കുമായിരുന്നു ഇല്ലേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രഭാവതി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും കെവിൻ്റെയും ഇസബെല്ലയുടെയും പ്ലാനൊക്കെ ഇതോടുകൂടി പൊളിയും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.